ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2036 ഒളിമ്പിക്സിന് മുൻപ് ഇന്ത്യയെ കായിക രംഗത്തെ സൂപ്പർ പവറാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ജനറൽ നഗതാനിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ജീനോം എഡിറ്റ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ 2 അരി ഇനങ്ങൾ പുറത്തിറക്കി. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 58ാമത് വാർഷിക യോഗം ഇന്ന് ഇറ്റലിയിലെ മിലാനിൽ ആരംഭിക്കും. ഇന്ത്യൻ സംഘത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നയിക്കും. ലോക ദൃശ്യശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സിന്റെ പ്രഥമ പതിപ്പ് മുംബൈയിൽ സമാപിച്ചു. പേവിഷബാധയേറ്റ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. വാർത്തകൾ വിശദമായി. 2036 ഒളിമ്പിക്സിന് മുൻപ് ഇന്ത്യയെ കായിക രംഗത്തെ സൂപ്പർ പവറാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ കേന്ദ്രം കായിക ബജറ്റ് 3 മടങ്ങ് വർദ്ധിപ്പിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. भारत में स्पोर्ट्स अब एक कल्चर के रूप में अपनी पहचान बना रहा है और जितना ज्यादा भारत में स्पोर्टिंग कल्चर बढ़ेगा उतना ही भारत की सॉफ्ट पावर भी बढ़ेगी. खेलो इंडिया यूथ गेम्स इस दिशा में देश के युवाओं के लिए एक बहुत बड़ा प्लेटफॉर्म बना है. പാട്നയിലെ പാടലിപുത്ര സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ഖേലോ ഇന്ത്യ ഉദ്ഘാടന ചടങ്ങിനെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 15 വരെയാണ് ഗെയിംസ്. 8500-ലധികം യുവ കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ജനറൽ നഗതാനിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. നിലവിലെ പ്രാദേശിക അന്തർദേശീയ സുരക്ഷാ സാഹചര്യങ്ങൾ ചർച്ചയാകും. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള വിവിധ മാർഗങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇന്ത്യയ്ക്കെതിരെ ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ മറുപടി നൽകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന സംസ്കൃതി ജാഗരൺ മഹോത്സവത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. एक राष्ट्र के रूप में भारत के भौतिक स्वरूप की सुरक्षा हमारे वीर सैनिकों ने हमेशा की. जहां एक तरफ हमारे सैनिक रणभूमि में लड़ते हैं, वहीं दूसरी तरफ हमारे संत जीवन भूमि में लड़ते हैं. साथियों, एक रक्षा मंत्री के रूप में मेरा दायित्व है कि मैं अपने सैनिकों के साथ मिलकर देश की सीमाओं की सुरक्षा सुनिश्चित करूं और मेरा यह दायित्व है कि अपनी सेना के साथ मिलकर देश के ऊपर आंख उठाने वालों को मुंहतोड़ जवाब दूं. ജീനോം എഡിറ്റ് ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ 2 അരി ഇനങ്ങൾ പുറത്തിറക്കി. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ICAR വികസിപ്പിച്ച അരി ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് പുറത്തിറക്കിയത്. പുതിയ അരി ഇനങ്ങൾ ഉൽപാദന ചെലവ് കുറയ്ക്കുകയും വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 58ാമത് വാർഷിക യോഗം ഇന്ന് ഇറ്റലിയിലെ മിലാനിൽ ആരംഭിക്കും. 4 ദിവസത്തെ യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നയിക്കും. രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളിലെ മേധാവികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ഇറ്റലി, ജപ്പാൻ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും. മിലാനിലെ ഇന്ത്യൻ പ്രവാസികളുമായും കേന്ദ്രമന്ത്രി സംവദിക്കും. റഷ്യയുമായും US-ഉമായും ഇന്ത്യയ്ക്കുള്ള ബന്ധത്തിൽ യാഥാർത്ഥ്യബോധമുള്ള സമീപനം ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന ആർട്ടിക് സർക്കിൾ ഇന്ത്യ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യ സഹായിക്കാൻ തയ്യാറാണെന്നും എന്നാൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെലങ്കാനയിൽ 6000 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച 14 ദേശീയപാത പദ്ധതികളുടെ ഭാഗമായ 285 കിലോമീറ്റർ റോഡ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് ഹൈദരാബാദിലെ ആംബർപേട്ടിൽ പൊതുയോഗത്തിലും അദ്ദേഹം സംസാരിക്കും. കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ ന്യൂഡൽഹിയിൽ അങ്കോള പ്രസിഡന്റ് ജോവോ ലോറൻസോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ അങ്കോള ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സിന്റെ പ്രഥമ പതിപ്പ് മുംബൈയിൽ സമാപിച്ചു. മാധ്യമങ്ങളുടെയും വിനോദ വ്യവസായ സംവിധാനങ്ങളുടെയും സമന്വയ വേദിയായി ഉച്ചകോടി മാറി. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രശസ്ത കലാകാരന്മാർ, പ്രമുഖ ഉള്ളടക്ക സൃഷ്ടാക്കൾ, സാങ്കേതിക രംഗത്തെ വിദഗ്ധർ തുടങ്ങിയവർ 4 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ടെൽ-അവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. 2023 ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ വിമാനത്താവളത്തിൽ മിസൈൽ പതിക്കുന്നത് ഇതാദ്യമായാണ്. സംഭവത്തെ തുടർന്ന് എയർ ഇന്ത്യ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ടെൽ-അവീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി. വിദേശത്ത് നിർമ്മിച്ച അമേരിക്കയിൽ പ്രദർശനത്തിനെത്തുന്ന എല്ലാ സിനിമകൾക്കും 100% തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. മറ്റു രാജ്യങ്ങൾ അമേരിക്കൻ ചലച്ചിത്ര നിർമ്മാതാക്കളെയും സ്റ്റുഡിയോകളെയും രാജ്യത്ത് നിന്ന് അകറ്റുകയാണെന്നും സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ ട്രംപ് ആരോപിച്ചു. പേവിഷബാധയേറ്റ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. കൊല്ലം വിളക്കുടി കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 8-ന് വീട്ടുമുറ്റത്തിരിക്കുമ്പോഴാണ് കുട്ടിയെ പട്ടി കടിച്ചത്. ഉടൻ തന്നെ IDRV ഡോസും അന്ന് തന്നെ ആന്റി റാബിസ് സീറവും നൽകി. പിന്നീട് 3 തവണ കൂടി IDRV നൽകി. ഇനി നൽകാൻ 1 ഡോസ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. തൃശ്ശിവ പേരൂരിൽ ഇന്ന് പൂരവിളംബരം. നാളെയാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. മേളമൊഴിയാത്ത പൂരരാവുകൾക്കായി വടക്കുംനാഥന്റെ തെക്കേ ഗോപുര നട തുറക്കാനുള്ള നിയോഗം നെയ്തലക്കാവിൽ അമ്മയ്ക്കാണ്. വടക്കുംനാഥ സന്നിധിയിലെത്തിയാണ് ദേശപൂരങ്ങൾക്കായി തെക്കേ ഗോപുര നട തുറക്കുന്നത്. ഇതോടെ പൂര ചടങ്ങുകൾക്ക് തുടക്കമാകും. നാളെ രാവിലെ 7 മണിയോടെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയെത്തുന്നതോടെ തൃശൂരിൽ പൂരം പൂത്തുലയും. തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. IPL 2020 ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 37 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ 1 റണ്ണിന് പരാജയപ്പെടുത്തി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ ഹോക്കി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആശ്വാസ ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 1-0 ഓസ്ട്രേലിയയെ ഇന്ത്യ വീഴ്ത്തിയത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വനിതകളുടെ 6ാമത് പിങ്ക് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് ഇന്ന് രാവിലെ തുമ്പ സെന്റ് സേവിയേഴ്സ് KCA സ്റ്റേഡിയത്തിൽ തുടങ്ങും. 15 വരെ നീളുന്ന ടൂർണമെന്റിൽ 5 ടീമുകളാണ് മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനുമിടയുണ്ട്. ഈ മാസം 7-നും 8-നും മഴയ്ക്കൊപ്പം 50 കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്ന 2 പേരെ പഞ്ചാബ് പോലീസ് അമൃത്സറിൽ അറസ്റ്റ് ചെയ്തു. അമൃത്സറിലെ സൈനിക കേന്ദ്രങ്ങൾ, വ്യോമത്താവളങ്ങൾ എന്നിവയുടെ തന്ത്രപ്രധാന വിവരങ്ങളും ഫോട്ടോകളും ചോർത്തി നൽകിയതിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നു. തെലങ്കാനയിൽ ഈ മാസം 10-ന് ആരംഭിക്കുന്ന മിസ് വേൾഡ് മത്സരത്തിന്റെ 72ാമത് പതിപ്പിനായി ഹൈദരാബാദ് ഒരുങ്ങി. 120 രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ മത്സരാർത്ഥികളും അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഹൈദരാബാദിലെത്തും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് കർണാടക സന്ദർശിക്കും. ഉത്തര കന്നഡ ജില്ലയിലെ സിർസിയിലുള്ള കോളേജ് ഓഫ് ഫോറസ്ട്രി ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 8 വരെ വാഷിംഗ്ടൺ DC-യിലെ ലോകബാങ്ക് ആസ്ഥാനത്ത് നടക്കുന്ന 2025 ആഗോള ഭൂപരിഷ്കരണ ചർച്ചകൾക്ക് ഇന്ത്യ നേതൃത്വം നൽകും. ഉന്നതതല ഇന്ത്യൻ പ്രതിനിധി സംഘം സമ്മേളനത്തിൽ പങ്കെടുക്കും. നക്സലൈറ്റുകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് റായ്ഗഡ് ജില്ലയിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തു. മുംബൈ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ഈ മാസം 13 വരെ ATSന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 2036 ഒളിമ്പിക്സിന് മുൻപ് ഇന്ത്യയെ കായിക രംഗത്തെ സൂപ്പർ പവറാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ജനറൽ നഗതാനിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ജീനോം എഡിറ്റ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ 2 അരി ഇനങ്ങൾ പുറത്തിറക്കി. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 58ാമത് വാർഷിക യോഗം ഇന്ന് ഇറ്റലിയിൽ ആരംഭിക്കും. ഇന്ത്യൻ സംഘത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നയിക്കും. ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സിന്റെ പ്രഥമ പതിപ്പ് മുംബൈയിൽ സമാപിച്ചു. പേവിഷബാധയേറ്റ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.